ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ഡയറി സീക്കർ. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ കപ്പലിൻ്റെ എഞ്ചിൻ റൂം പോയി കാണാം. നമ്മുടെ കപ്പലിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ബൈക്കിലായാലും കാറിലായാലും നമ്മൾ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹ്യൂജ് വെർഷനാണ് നമ്മുടെ കപ്പലിൽ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന വേണമെങ്കിൽ നമുക്ക് മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം, മിനിയേച്ചർ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെയൊക്കെ ഒരു വലുതാണ് നമ്മുടെ കപ്പൽ യൂസ് ചെയ്യുന്നത്, വലിയ ഹ്യൂജ് വെർഷൻ. സോ നമുക്ക് എഞ്ചിൻ റൂമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മെയിൻ എഞ്ചിനെ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ ഓക്സിലറി മെഷീനറീസ് കാണും. അതുപോലെ അതിൻ്റെ കൂടെ ഈ കറണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ജനറേറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മെഷീനറീസ് ചേർന്നതാണ് ഒരു എഞ്ചിൻ റൂമിനകത്ത് വരുന്നത്. സോ നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ഇറ്റ് ലുക്സ്. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. എഞ്ചിൻ റൂം ഇരിക്കുന്ന ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഏറ്റവും താഴെയാണ്. ഇതാണ് നമ്മുടെ ECR. ഈ എഞ്ചിൻ റൂമിലുള്ള ഫുൾ എക്യുപ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം, പാരാമീറ്റേഴ്സും എല്ലാം കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ഡിവൈസുകളിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും. ഇതിൽ നോക്കിയാണ് എഞ്ചിനീയേഴ്സ് എഞ്ചിനിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇരിക്കുന്നത് ഒന്ന് നമ്മുടെ സെക്കൻഡ് എഞ്ചിനീയറും മറ്റത് ഡ്യൂട്ടി ഓയിലറുമാണ്. ഇത് എഞ്ചിൻ റൂമിൻ്റെ വർക്ക്ഷോപ്പാണ്. ചെറിയ ചെറിയ പണികളെല്ലാം ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചാൽ അവർ ചെയ്യുന്നത്. ലെയ്ത്തും എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. താഴെ കാണുന്നതാണ് എഞ്ചിൻ. ആറ് സിലിണ്ടറുള്ള എഞ്ചിനാണിത്. ഇതാണ് നമ്മുടെ കപ്പലിലെ ജനറേറ്റേഴ്സ്. ഇത് വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഷിപ്പിനകത്ത്. സ്റ്റിയറിംഗ് ഗിയർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ കപ്പൽ തിരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനറിയാണിത്. ഇവിടെ നിന്നുള്ള ഇത് വെച്ചിട്ടാണ് കപ്പൽ തിരിക്കുന്നത്, ദിശ തിരിക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് 2 ഇലക്ട്രിക് മോട്ടേഴ്സും പിന്നെ ഹൈഡ്രോളിക് ഓപ്പറേറ്റഡാണിത്. നമ്മുടെ വീൽ ഹൗസിൽ നിന്ന് വീല് തിരിക്കുന്ന അനുസരിച്ച് ഇത് ഇവിടെ സിഗ്നൽ വരികയും ഇത് തിരിയുകയും ചെയ്യും. സപ്പോസ് എന്തെങ്കിലും എമർജൻസി കണ്ടീഷനിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാനേവർ ചെയ്യാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്.
എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We are going to put that the auto and the air control. That one is the air control. Okay. And fuels and fuel pressure also here showing. Fuel pressure also showing. Air pressure and auto sir. Okay. This one accelerator. Auto filter. Indications are here, differential pressures coming here. If not good, that will become red. Power bank. Nine power banks are here. This is auto filter. Auto filter. ഇത് ഷാഫ്റ്റ് ജനറേറ്ററാണ്. മെയിൻ എഞ്ചിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനറേറ്റർ അല്ലാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജനറേറ്റർ സിസ്റ്റമാണിത്. ഇതാണ് കപ്പലിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഇതിലാണ് വെളിയിൽ പ്രൊപ്പല്ലർ കണക്റ്റ് ആയിരിക്കുന്നത്. ഇത് കറങ്ങിയാണ് കപ്പൽ പോകുന്നത്. ഇതാണ് ഓയിലി വാട്ടർ സെപ്പറേറ്റർ. ഇത് നമ്മുടെ ഓയിലുള്ള വെള്ളം എല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ 4 ppm ആണ് അതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം പ്യൂരിഫയേഴ്സാണ്. ഡീസൽ ഓയിൽ, പിന്നെ ഹെവി ഫ്യൂൽ ഓയിൽ, ലൂബ് ഓയിൽ, ഇതിൻ്റെയൊക്കെ പ്യൂരിഫയേഴ്സാണ്. നമ്മൾ കയറ്റുന്ന ഫ്യൂൽ ഓയിലിലും ഡീസൽ ഓയിലിലും ലൂബ് ഓയിലിലും ഇമ്പ്യൂരിറ്റീസ് കാണാൻ ഒത്തിരി ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും മെയിൻ എഞ്ചിനിൽ പോവാതെ അതിന് മുമ്പ് തന്നെ പ്യൂരിഫൈ ചെയ്യുന്ന പ്യൂരിഫയേഴ്സാണ് ഇതെല്ലാം. Foam tank. Yeah. ഇതാണ് നമ്മുടെ എൻജിൻ കൺട്രോൾ റൂമാണത്. എൻജിൻ കൺട്രോൾ റൂമാണ്. എൻജിൻ ഇപ്പം നമ്മൾ കണ്ട എല്ലാ എൻജിൻ റൂമിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്.
and that one is നമ്മളിപ്പോൾ കണ്ട എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും എല്ലാ 1 by 1 ഡീറ്റെയിൽസ് ഈ സിസ്റ്റത്തിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതാ പുള്ളി ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഗേജസ്, എല്ലാ ഡീറ്റെയിലും ഫുൾ ഡീറ്റെയിൽസ് 1 by 1 കാണാൻ സാധിക്കും. ഇപ്പോൾ ഓടുന്ന ജനറേറ്റേഴ്സ് എല്ലാം. that one is showing all the temperature and pressure here. And then we have boiler all the temperatures and separator lube oil our separators, all separators, MDO and lube oil and HFO separators are running. That one is showing temperatures here now. All the alarms those have skimmed previous before that one showing. We can get the Log. record from here. This is the logs. ഇതെല്ലാം അലാം വന്നതിൻ്റെ ലോഗും കാര്യങ്ങളാണ് ഇപ്പം കാണിക്കുന്നത്. Normally we are going to keeping here because that one is running, number 1 running, number 2 running. This one is running, Number 2 is running. this one is. ഫ്രണ്ട്സ്, അങ്ങനെ തിരിച്ച് റൂമിലെത്തി. എല്ലാവർക്കും എൻജിൻ റൂമിൽ ഉള്ള മെഷീനറീസിനെ കുറിച്ചൊരു ചെറിയൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം ഓടി നടന്നാണ് കാണിച്ചത്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സെക്കൻഡ് എഞ്ചിനീയർ ആയിരുന്നു. പുള്ളി എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സൗണ്ട് കാരണം ഒന്നും ഓഡിബിൾ അല്ലായിരുന്നു. പിന്നെ കപ്പലിപ്പോൾ ആങ്കറിലാണ് നിൽക്കുന്നത്. അപ്പോൾ മെയിൻ എഞ്ചിൻ റൺ ആവുന്നില്ല, ജസ്റ്റ് ജനറേറ്റർ മാത്രം ഓടുന്നത്. പിന്നെ അത് ലാസ്റ്റ് പുള്ളി കാണിച്ചില്ലായിരുന്നു. നമ്പർ 2ൻ്റെ അതിൻ്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിരുന്നു. പിന്നെ വേറെ എന്താ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.